ബൈജു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. എന്താണ് നിനക്ക് വല്ലാതെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയും അയാൾ ഉള്ളറിയുകയും അയാളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ചെയ്യാനുള്ളൊരു ബാധ്യതയുണ്ട്. ഞാൻ ചിലരുടെയൊക്കെ പ്രശ്നങ്ങൾ എനിക്കിപ്പോൾ അറിയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്. മൗനമായിട്ടിരിക്കുന്ന പല ആളുകളും അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ പോരല്ലോ. ഒരാൾ രഹസ്യമായിട്ട് ഒരാളെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ല. നമ്മുടെ ഒരു ചുമതലയായിട്ടത് മലബാറിലെ മനുഷ്യർ ചെയ്യും പോലെ അവിടുത്തെ ഒരു കല്യാണം ഉണ്ടല്ലോ, സാമൂഹിക കല്യാണം. അതെ, അത് അവർ ഈ അടുത്ത കാലത്ത് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കടമുണ്ടെങ്കിൽ അത് നോട്ടീസ് അടിച്ചിട്ട് വിതരണം ചെയ്യുകയും ഒരു ചായ സൽക്കാരം നടത്തുകയും അവരെല്ലാം പൈസ കൊടുക്കുകയും രേഖ മൂലം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് അത് ഒരിക്കലും മോശപ്പെട്ടൊരു കാര്യമല്ല. അതിപ്പോൾ 1 ലക്ഷം രൂപയാണ് കടമെങ്കിൽ അയാൾ അത് പറയുകയാണ്. സമൂഹം അത് ഏറ്റെടുക്കുകയാണ്. എത്ര മനോഹരമായൊരു സാമൂഹിക അവസ്ഥയാണത്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ കയ്യൂർ പോലൊരു സമരം നടന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് ഞാൻ അവിടുത്തെ ഒരാളിനോട് ചോദിച്ചു, നിങ്ങളുടെ സമൂഹത്തിൽ ആരും ആത്മഹത്യ ചെയ്യില്ല എന്നാണല്ലോ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്? അയാൾ പറഞ്ഞു, ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ പങ്കിട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങളുടേത്, അതിന് ഭ്രംശം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ചോർന്നു പോകുന്നതെന്ന് നമ്മൾ അറിയുന്നേയില്ല. ഈ മനുഷ്യപ്പറ്റ് സാമൂഹിക അവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം അവസ്ഥ ഭേദങ്ങളെക്കുറിച്ച്, മനുഷ്യന് വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച്, കോവിഡ് അനന്തരം മനുഷ്യൻ എങ്ങനെ മാറി എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. എന്തൊക്കെ ട്രോമകളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്, വാർദ്ധക്യം ബാധിച്ച മനുഷ്യർ കടന്നു പോകുന്നത്, അശരണമായ ഒരു വാർദ്ധക്യം, ഒരു ബാല്യം, ഇതൊക്കെ നേരിടേണ്ട ഒരു സമൂഹം, അങ്ങനെ ഒരു കാലാവസ്ഥയിൽ ഈ യുദ്ധത്തിൽ മരിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ഇതെല്ലാം ഒരുപക്ഷെ ബൈജുവിനെ ബാധിക്കുമെന്നാണ്. ഇപ്പൊ ഗാസയിലൊരു കുട്ടി മരിക്കുന്നത് അയാൾ നമ്മളോട് പ്രസംഗിച്ച് നടക്കുന്നില്ല, പക്ഷെ അയാൾ അനുഭവിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ സുധിയെ പോലെ എഴുത്തുകാരൻ അത് എഴുതി തീർക്കാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റാത്ത ചിലർക്ക് വരച്ച് തീർക്കാൻ പറ്റും, ഒരു ശില്പം ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അങ്ങനെ ശില്പമൊന്നും ഉണ്ടാക്കാത്ത ഒരാളാണ് അയാൾ കുറേയൊക്കെ ഇങ്ങനെ പറയും, തന്നെത്താനെ പറയും. അയാൾ തന്നെത്താനെ പറഞ്ഞുകൊണ്ടേ നടന്നു. നമ്മളതിന് ഭ്രാന്തെന്നാണ്, പിറുവിറുത്ത് കൊണ്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. വീട്ടിലങ്ങനെ പിറുവിറുക്കുന്ന മനുഷ്യരുണ്ട്, സമൂഹത്തിൽ അങ്ങനെ പിറുവിറുത്തുകൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. ഇതൊക്കെ ഒരു സർഗാത്മക പ്രതികരണമായിട്ട് എടുക്കുന്ന വളരെ പോസിറ്റീവായിട്ടൊരു സമൂഹത്തിലെ ബാധ്യത കൂടി നമ്മൾ സാമൂഹ്യ പ്രവർത്തകർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അയാൾ വളരെ ഗൗരവമായ കാര്യമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? അപ്പം നാഗേഷിനെ പോലെ ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ, എന്നെ പോലല്ല ഈ യുക്തിവാദി സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ അങ്ങനെ പറയുകയാണെങ്കിൽ, ഒരു എഴുത്തുകാരൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ സമൂഹം അത് ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ തിരിച്ചറിവിൻ്റെ ഒരു സമൂഹമായിട്ട് അത് മാറും. ഇത്തരം ഒരു ചിന്തയുടെ അവസരം കൂടിയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വേർപാട്, ബൈജുവിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട ബൈജുവിൻ്റെ വേർപാട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉദ്ഘാടനം എന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതാണ്. അത് ആ പ്രയോഗം തന്നെ ശരിയായൊരു കാര്യമല്ല. ഞാൻ ബൈജുവിനെ ഓർമ്മിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടും നമുക്ക് എങ്ങനെ നാളെ ഇതൊരു കുറച്ചുകൂടി ഗൗരവമായിട്ട് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും ഒന്ന് ആലോചിക്കാനുള്ളൊരു വേദി കൂടിയാക്കി ഇതിനെ മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സത്യത്തിൽ സംസാരിക്കണം എന്ന് കരുതിയതല്ല. പിന്നെ ബൈജു നമ്മളെ വിട്ടുപോയി. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ദീർഘ സംഭാഷണങ്ങൾ, ദീർഘമായ ഫോൺ വിളികൾ, ദീർഘമായ സംവാദങ്ങൾ ഒക്കെ, ബൈജുവുമായുള്ള സംവാദങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ബൈജുവിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു കാരിക്കേച്ചർ തന്നെ സാറിവിടെ നൽകുകയുണ്ടായി. അപ്പോൾ അതിന് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് 1/2 നൂറ്റാണ്ടോളം നെടുമങ്ങാട് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ തന്നെ ഒരു തയ്യൽക്കാരനായിട്ട് അറിയപ്പെട്ട, അല്ലെങ്കിൽ ഒരു സ്ഥാപനമായി അറിയപ്പെട്ട ഗോപി ഡ്രസ്സസ്, ആ ഗോപി ഡ്രസ്സസിൻ്റെ അഡ്രസ്സിൽ തന്നെയാണ് ബൈജു അന്നും ഇന്നും അറിയപ്പെട്ടത്. ബൈജുവിന് ബൈജു ആകണം എന്ന വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ജീവിതത്തിലുടനീളം പുലർത്തിയ ഒരു ഇവിടെ പറഞ്ഞതുപോലെ ആ ആദർശത്തിൽ ഊന്നിയുള്ള ജീവിതം, അത് ഏതാണ്ടൊരു 10-20 വർഷം കൊണ്ട് തികച്ചും ശാസ്ത്രീയമായ ജീവിതമായിരിക്കണം, അല്ലെങ്കിൽ മനോഭാവമായിരിക്കണം, ചിന്തയായിരിക്കണം എന്ന ഒരു
തോന്നൽ, ഒരു വാശി, കടുംപിടുത്തം ബൈജുവിനുണ്ടായിരുന്നു. സാറ് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന ആളാണ്. പക്ഷേ അതിങ്ങനെ മാറി മാറി വന്നു. അങ്ങനെ മാറി വരുമ്പോഴും തൻ്റെ രാഷ്ട്രീയവും താൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ട് എന്ന് കണ്ടാൽ അദ്ദേഹം പാർട്ടിയെ ഉപേക്ഷിക്കുകയും ശാസ്ത്രത്തിലേക്ക് കാലൂന്നുകയും ചെയ്യും. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് തന്നെ പൂർണ്ണമാക്കി ജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി അതിനുശേഷം നിരന്തരമായ പരന്ന വായനയിലൂടെയാണ്, അതുപോലെ തന്നെ ഈ വായിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബൈജുവിൻ്റെ മനസ്സിലിട്ടിങ്ങനെ അപഗ്രഥനം ചെയ്ത് അതിലെ തെറ്റും ശരിയും വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാനും സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അസാമാന്യമായ കഴിവ് ബൈജുവിനുണ്ടായിരുന്നു. തൻ്റെ 20 21 വയസ്സായപ്പോൾ വായിച്ച പുസ്തകങ്ങളിലെ, അതും നമുക്ക് ഒരു പക്ഷേ ഇന്ന് വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസകരമായ ചില പുസ്തകങ്ങളിലെ കാര്യങ്ങൾ ബൈജു ഇപ്പോഴും എന്തെങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ചിന്താ പാഠവുമുണ്ടായിരുന്ന, വിശകലന പാഠവുമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ബൈജു. തനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഒട്ടും തന്നെ വൈമുഖ്യമുണ്ടായിരുന്നില്ല. പല വിഷയങ്ങളും, സാമൂഹിക വിഷയങ്ങൾ, ഒരിക്കലും ഇതുപോലെ ശാസ്ത്ര വിഷയങ്ങൾ, ചില കാര്യങ്ങൾ, പരിണാമ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളിലൊക്കെ ചില സംശയങ്ങൾ വന്നപ്പോൾ എന്നെ നിരന്തരം സമീപിച്ച് അതിന് എന്നാൽ കഴിയുന്ന വിധം ആ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുമായിരുന്നു. ഈ യുക്തി രാജ്യം നമ്മൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ യുക്തിരാജ്യത്ത് വരുന്ന യുക്തിയുഗത്തിൽ വരുന്ന അദ്ദേഹം അതിൻ്റെ നെടുമങ്ങാടത്ത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷനും കൂടി ഏറ്റെടുത്ത ആളായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന ലേഖനങ്ങൾ നന്നായി വായിച്ച് വളരെ ശാസ്ത്രം അല്ലെങ്കിൽ സാങ്കേതികത ഉള്ള ശാസ്ത്രം, ആ ശാസ്ത്രം വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ അതാത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ച് അത് ഒരു കൃത്യത, വ്യക്തത വരുത്തുന്ന മനുഷ്യനായിരുന്നു. ഒരിക്കലിങ്ങനെ സോഷ്യൽ ഡെമോക്രസിയെ പറ്റിയുള്ള ഒരു വലിയ സംശയവുമായിട്ട് ഞങ്ങളൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, സോഷ്യലിസം ഉണ്ട് അല്ലെങ്കിൽ ഡെമോക്രസി ഉണ്ട്, പക്ഷെ സോഷ്യൽ ഡെമോക്രസിയെ പറ്റിയുള്ള പുസ്തകങ്ങളൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ പുസ്തകം എൻ്റെ കൈവശമില്ല, അത് ചിന്ത പബ്ലിഷ് ചെയ്തതാണ്. പി കരുണാകരൻ്റെ ഒരു പുസ്തകമായിരുന്നു, ഇൻ ഡിഫൻസ് ഓഫ് സോഷ്യൽ ഡെമോക്രസി ആൻഡ് ഡെമോക്രസി, ഇൻ ഡിഫൻസ് ഓഫ് സോഷ്യൽ ഡെമോക്രസി ആൻഡ് ഡെമോക്രസി എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഇത് പുസ്തകത്തിൻ്റെ പേരൊക്കെ എഴുതി ഇദ്ദേഹം ചിന്തയിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ പുസ്തകം കിട്ടാനില്ല. ഇതിങ്ങനെ അന്വേഷിച്ച് നടന്ന അവസാനം ഒരു മനുഷ്യൻ്റെ കണ്ടെത്തി ഒരു പുസ്തകം. നമ്മുടെ അഡ്വക്കേറ്റ് അരുൺ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിൻ്റെ കൗൺസിലറും വളരെ കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ് നെടുമങ്ങാട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആ പുസ്തകം അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇത് തനിക്കൊരു വിവരം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തികച്ചും എത്ര ശ്രമിച്ചും എന്ത് കഠിനമായിട്ടുള്ള പ്രവൃത്തിയെയും അത് കണ്ടെത്തും എന്നുള്ളതായിരുന്നു ബൈജുവിൻ്റെ പ്രത്യേകത. പലപ്പോഴും ബൈജുവിനെ ചിലപ്പോൾ സത്യം പറയാമല്ലോ ശല്യം എന്ന് കരുതി ഒഴിവാക്കാൻ തോന്നിയിട്ടുണ്ട്. ശല്യം അത് സാമ്പത്തികമോ അത്തരത്തിലുള്ളതല്ല. ചിലപ്പോൾ നമ്മൾ വളരെ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴായിരിക്കും ബൈജു കണ്ടുമുട്ടുന്നതും ഒരു പ്രത്യേക വിഷയത്തിലേക്ക് സംസാരം പോകുന്നതും. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ ആറ്റിങ്ങലേക്ക് ഒരു സമ്മേളനത്തിന് ഞാനും ബാലേന്ദ്രൻ സാറും കൂടെ പോകുന്ന സമയത്ത് ആറ്റിങ്ങൽ കഴിഞ്ഞ് വണ്ടി വളരെ തിരക്കേറിയ ഒരു സ്ഥലത്ത് ഇപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ ബൈജു ആണ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ നമ്മളിവിടെ നിർത്തിയാൽ ഒന്നും നിർത്താൻ പറ്റില്ല, അത്ര തിരക്കായിരുന്നു അവിടെ, ട്രാഫിക് ബ്ലോക്ക്, അവിടെ നിർത്തിയാൽ പ്രശ്നമാണ്, നമ്മുടെ പോക്ക് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പോവുകയാണ് ചെയ്തത്. പക്ഷേ അത് ബൈജു അല്ലായിരുന്നു. പിന്നീട് തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ബൈജു ആശുപത്രിയിലാണ് എന്ന് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ അപ്പോൾ അത്തരത്തിൽ ഒരു ശല്യമായി തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴും വളരെ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ വന്ന് വിവിധ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ഒരു സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ വിളിക്കുന്നു. പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല, ഞാൻ രാത്രി തിരിച്ച് വിളിക്കാമെന്ന് കരുതി. പക്ഷേ പിന്നീട് വിളിക്കാൻ പറ്റിയില്ല. പിന്നെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ്. വളരെ നല്ലൊരു സുഹൃത്ത്, ഒരു ശാസ്ത്ര പ്രചാരകനും ശാസ്ത്ര ചിന്തകനും കൂടിയായിരുന്നു
സാമൂഹിക വിശകലനത്തിന് പ്രാപ്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് ഒരു പക്ഷേ വ്യാപകമായ തോതിലല്ലെങ്കിലും നമ്മളുടെ ഒരു സുഹൃത്ത് സംഘത്തിൻ്റെ ഇടയിൽ ബൈജുവിൻ്റെ നഷ്ടം വളരെ വലുതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈജുവിനെ എത്ര കാലം ഓർക്കും എന്നറിയില്ല. എന്തായാലും ഉള്ളിൽ ബൈജു ഉണ്ട്. ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ ബൈജുവിൻ്റെ വാദങ്ങളൊക്കെ ഓർക്കും. ബൈജുവിനെ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ചെറിയ സംസാരം നിർത്തുകയാണ്. നന്ദി. അധ്യക്ഷൻ നരേൻ സാർ, മറ്റ് പ്രിയപ്പെട്ടവരെ, ബൈജു നമ്മളിൽ നിന്ന് നെടുമങ്ങാടിൽ നിന്ന് വിടവാങ്ങി. ഇവിടെ ടീച്ചർ സാർ പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ ഉള്ളൂ പഠനം. എന്നാൽ ആഴത്തിലുള്ള പഠനം, പരക്കെയുള്ള പഠനം, വായന, ആ വായനയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ കുറിച്ചെടുത്തുകൊണ്ട് അത് നന്നായി വിശകലനം ചെയ്തുകൊണ്ട് ആരുമായും സംവദിക്കുവാൻ ഒരു മടിയില്ല. അത് വെട്ടിത്തുറന്ന, എനിക്ക് തോന്നുന്നത്, തനിക്ക് തോന്നുന്ന കാര്യം വെട്ടിത്തുറന്ന, അത് ശരിയോ തെറ്റോ വെട്ടിത്തുറന്ന് പറയാൻ ഒരു മടിയില്ലാത്ത വ്യക്തിത്വത്തിനുണ്ടായാൽ ഞാനായിട്ടൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ ഉടക്കിയിട്ടുമുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് വരുത്തിയാദിഷ്ടഭൗതിവാദം, മാർക്സിനെ വിദ്യ വിശകെന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വലിയ നന്നായിട്ട് ഉടക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും പുള്ളി മാർക്സിസത്തെ മുറുകെ പിടിച്ച വ്യക്തിയാണ്. നെടുമങ്ങാട് ഭാഗത്ത് യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പോസ്റ്ററിംഗ് നടത്തുവാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന ഒരു പോരാളിയും കൂടിയായിരുന്നു ശ്രീമാൻ ബൈജു. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഇവിടെ എല്ലാം ബൈജുവിൻ്റെ സാന്നിധ്യമാണ് എപ്പോഴും. ആ താടിയൊക്കെ, താടി ബൈജു എന്ന് പറഞ്ഞാൽ ആർക്കാണ് മറക്കാൻ പറ്റുന്നത്? ശരിക്കും അദ്ദേഹത്തിൻ്റെ മരണം പോലും നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഒരു അനുഭവമാണ്. ബാലൻ സാർ നന്നായിട്ട് അവർ കാര്യങ്ങൾ ഇടപെടുകയും സംവാദങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളാണ് ബൈജു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് 3 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിയിൽ പ്രവർത്തിച്ചു. യുക്തിവാദി സംഘത്തിന് എനിക്ക് സജീവം പറ്റിയില്ലെങ്കിൽ പോലും അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇടപെടാൻ പറ്റി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നെടുമങ്ങാട് യൂണിറ്റിൻ്റെ മെമ്പറായിരുന്നു ഞാൻ. പരിഷത്തിൻ്റെ മേഖലയുടെ പ്രസിഡൻ്റാണ്. നമ്മുടെയൊക്കെ കാര്യങ്ങളിലൊക്കെ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും സജീവമായി ഈ മേഖലയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. നമുക്കൊക്കെ വല്ലാത്തൊരു നഷ്ടബോധമാണ്. ഞാൻ പറഞ്ഞൊരു നന്നായിട്ട് കാര്യങ്ങളെ പഠിക്കുവാനും വിലയിരുത്തുവാനും സ്വയം അതിനെല്ലാം ഒരു സാക്ഷ്യപ്പെടുത്തുവാനും പുള്ളി അതാണ് ശരി, അതിൽ ഉറച്ചിരിക്കാനും അത് ആരുടെ മുന്നിൽ വെട്ടി തുറന്ന് അഭിപ്രായം പറയാനുമുള്ള കഴിവും ചങ്കൂറ്റവും ശ്രീമാൻ ബൈജുവിനുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു നഷ്ടമാണ് ബൈജുവിൽ നിന്നുണ്ടായിട്ടുള്ളത്. ആ ഒരു വിടവ് നമുക്ക് നെടുമങ്ങാട്ടുള്ള പുരോഗമന ചിന്താധികാരെ സംബന്ധിച്ചോളം വല്ലാത്തൊരു വിടവാണ് ബൈജുവിൽ നിന്ന്. ആ ഒരു നഷ്ടബോധത്തിൽ കൂടി ഉണ്ടായിട്ടുള്ളത്. ആ നഷ്ടബോധത്തിൽ യുക്തിവാദി സംഘത്തിനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ നെടുമങ്ങാടിൻ്റെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ടായ ആ നഷ്ടത്തിൽ, ഒപ്പം ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിലുള്ള ആ ഒരു അനുശോചനം കൂടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനുള്ള നെടുമങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ അനുശോചനം കൂടി അറിയിക്കുന്നു. ബൈജുവിനെ എനിക്ക് 2 വർഷത്തെ പരിചയമുള്ളൂ. കാരണം ഞാൻ ആകെ 2 തവണയാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. എൻ്റെ പുസ്തക പ്രകാശനം കഴിഞ്ഞ ശേഷം എന്നെ ആദ്യമായിട്ട് വിളിച്ച് അഭിനന്ദിക്കുന്നത് ബൈജു ചേട്ടനാണ്. അപ്പോൾ ഈ വ്യക്തി എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എല്ലാം കേട്ടോണ്ടിരുന്നു. ശരി ചേട്ടാ എല്ലാം, ഇല്ലെങ്കിൽ ഞാൻ മൂളി കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പുസ്തക ചർച്ചയ്ക്കാണ് ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രാമേന്ദ്ര സാറിൻ്റെ ഒരു പ്രോഗ്രാമിന് വെച്ചിട്ട് വെള്ളനാട് വെച്ചിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു.
ജിജോ സാറ് പറഞ്ഞ പോലെ പലപ്പോഴും ഫോൺ കോളുകൾ അരോചകമായിരുന്നു. ഞാൻ പലപ്പോഴും കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ ചേട്ടനോട്ട് എടുക്കത്തുമില്ല. അപ്പോൾ ഈ വിളിക്കുന്ന സമയം ചില സമയത്ത് ഞാൻ ഇടമങ്ങാടോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്തായിരിക്കും വിളിക്കുന്നുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വിളിക്കുന്ന സമയം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ നമ്മളിടയിലുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രമാത്രം അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. പിന്നെ ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളെ അറിയാവൂ. പക്ഷേ എങ്കിലും ഞാൻ മൂളി കേൾക്കും. ചിലപ്പോൾ എന്നെ മോളേന്ന് വിളിക്കും, ചിലപ്പോൾ അനിയത്തിന്ന് വിളിക്കും, ചിലപ്പോൾ സഹോദരിന്ന് വിളിക്കും. ഇങ്ങനെ പല ഭാവങ്ങളെ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുമായിരുന്നു. അത്രയും സ്നേഹമുള്ള, കാരണം കണ്ടില്ലെങ്കിലും ദൂരെ നിന്ന് സംസാരിക്കുമ്പം ആ സ്നേഹത്തിൻ്റെ ഫീൽ അറിയാൻ പറ്റുമായിരുന്നു. അത്ര കാര്യമായിരുന്നു എന്നോട്. അത് കഴിഞ്ഞ് എനിക്കൊരു കുറ്റബോധമുണ്ട്. ഡിസംബറിൽ ചേട്ടൻ ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. അപ്പോൾ ഞാൻ മറന്നുപോയി, ആ ഡേറ്റ് വിട്ടുപോയി, എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി. അപ്പം ഞാൻ വരാം ചേട്ടാ, നേരിട്ട് കാണാം എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ എനിക്കെന്തോ അന്ന് വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ചേട്ടൻ പല പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ പറയും, മോളെ അവിടെ വരണം, പ്രസ് ക്ലബ്ബിൽ വരണം. അപ്പം ഞാൻ പറയും, എൻ്റെ ചേട്ടാ എനിക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് അറിവേ ഉള്ളൂ. ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും പ്രസൻറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കുഴപ്പമില്ല, മോൾ അങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അപ്പോഴൊക്കെ എക്സ്ക്യൂസ് പറയും, എന്നെക്കൊണ്ട് പറ്റൂല ചേട്ടാ, ഞാൻ വരത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് പ്രോഗ്രാം നടന്നെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ആ ചേട്ടൻ്റെ ഭാവനയാണോ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള സങ്കല്പമാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അന്തം വിട്ടു, ഇങ്ങനെയൊക്കെ സങ്കല്പിക്കുന്ന ഒരാൾ നെടുമങ്ങാട് ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നെടുമങ്ങാടുള്ള പലരെ പറ്റി നിശിതമായി തന്നെ വിമർശിച്ച് എന്നോട് പറയും. അപ്പം ഞാൻ പറയും, ചേട്ടാ ഇവരെ പറ്റിയൊന്നും ഇങ്ങനെ പറയില്ല, എനിക്കും കൂടെ അടി കിട്ടും, ഞാനിതിലൊന്നും പങ്കാളി ആവില്ല ചേട്ടാ എന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ സാറ് രാമേന്ദ്ര സാറിനെയാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിനെ കുറിച്ച് പറയുമ്പോൾ വാദോരാതെ പറയും. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന രാമേന്ദ്ര സാറിൻ്റെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴൊക്കെ എൻ്റെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്. എന്നെ ഇടയ്ക്ക് വിളിച്ച് തിരക്കിയിട്ടുണ്ട്, മോൾ എന്ത് ചെയ്യുന്നു, സുഖമാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഇനി ജിയോ സാർ പറഞ്ഞ പോലെ ദീർഘമായ ഒരു ഫോൺ സംഭാഷണത്തിന് ഒരാൾ ഇല്ല എന്നുള്ളതൊരു വലിയ സങ്കടമാണ്. അത് ഒരാളുണ്ടാകുമ്പോൾ നമ്മൾ അറിയുന്നില്ല, പക്ഷെ ആളില്ലാതാകുമ്പോൾ അതൊരു വലിയ തീരാ നഷ്ടമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരാൾ ഇനി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബൈജു ഒരു തരത്തിൽ ഈ നെടുമങ്ങാടിൻ്റെ ഒരു മുഖമായിരുന്നു. നമ്മൾ ഈ കറങ്ങിത്തിരിഞ്ഞ് ടൗണിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ആ കൂട്ടത്തിൽ ഏത് വഴിക്കെങ്കിലും കറങ്ങി വന്ന് ആ പെണ്ണാന്ന് വിളിച്ച് പുറത്ത് പിടിക്കുന്നൊരു സ്വഭാവമുണ്ട്. അതിവിടെ സംസാരിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയം കാണാൻ സംസാരിക്കാൻ ബൈജു. അത് പറയും, പിന്നെ ഇവിടുന്ന് ഒരു ചായ കഴിക്കും, ഞങ്ങൾ പിരിയും. അങ്ങനെയായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് പക്ഷത്തിൻ്റെ വാർഷികങ്ങൾ നടക്കുന്ന ഒരു തിരക്കിലായതുകൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് ബൈജു വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബൈജു വിളിച്ചാൽ നമ്മൾ ഒരുപാട് നേരം സംസാരിക്കണം. അത് പലപ്പോഴും വളരെ മണിക്കൂറുകൾ നീണ്ടുപോകുന്ന ഒരു ഫോൺ കോൺവെർസേഷനിലേക്കൊക്കെ പോകാറുണ്ട്. ബൈജു ആർട്ടിസ്റ്റൊക്കെയാണ്, ചിത്രരചനയൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പ്രസന്നനും ഞാനും ബൈജുവൊക്കെ പണ്ട് ഒരുമിച്ച് ഒരു യുവജന സംഘടനാ പ്രവർത്തനമായൊക്കെ ഒരുമിച്ച് നടന്നിട്ടുള്ള ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ പ്രസന്ന വിളിച്ചപ്പോൾ പ്രസന്നം പറഞ്ഞ് ബൈജു മരിച്ചു അവരുടെ ലാഘവത്തോടു കൂടി ഇങ്ങനെ പറയുക. അപ്പോഴാണ് സാക്ക് വിളിച്ചിരിക്കുന്ന ഫോണ് സ്റ്റുകാൾ കണ്ടത്. അപ്പോൾ ഞാൻ എടുത്ത് വിളിക്കുമ്പോൾ അവർ യാത്രയിലാണ്, ഇങ്ങനെ ഒരു സംഭവം അറിയുന്നുണ്ട്. ബൈജുവിൻ്റെ ഒരു നിലപാടനുസരിച്ച് മരിച്ചാൽ ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്നാണ്. അതുപോലെ മറ്റാചാരങ്ങളിലോ ചടങ്ങുകളിലോ ഒന്നിലും ഒരു വിശ്വാസവുമില്ല എന്ന് പറയുന്ന കാര്യത്തിൽ ആ ഒരു നിലപാടിൽ അല്പം പോലും വെള്ളം ചേർക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുമല്ല ബൈജു. അപ്പോൾ അതൊന്ന് തിരക്കണമല്ലോ, എങ്ങനെ ആവണമെന്ന് ഇസാഖ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ അത് എന്നെ ഏൽപ്പിച്ച് വായിച്ചു എന്ന് ഉറപ്പാക്കി. പിന്നെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു, ഇതാണ് ബൈജാവും നമ്മളാരും ധരിക്കുന്നില്ല. എന്തായിരുന്നാലും പിന്നെ ജിജോയൊക്കെ പറഞ്ഞതുപോലെ ഇനി അത്തരത്തിലൊരു ഫോൺ സന്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കാത്തുനിന്ന് കാണാൻ വരലോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ വേണ്ടപ്പെട്ട നമ്മളുമായി ഇവിടെയുള്ള എല്ലാ ആളുകളെയും കാര്യങ്ങൾ അറിയിച്ചു. വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ച കാര്യം ഒന്ന് ജിജോയാണ്. ജിജോയും നമ്മുടെ വിജയനും വളരെ അത്യാവശ്യമായി തന്നെ ആ വീട്ടിൽ പോവുകയും അവിടെ അന്ന് ചടങ്ങുകൾ ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ആ വീട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ആശയങ്ങൾ വീടുകളിൽ എത്തുന്നില്ല, നമ്മുടെ ആശയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പത്ര ന്യൂസ് പോലും പോയി, നമ്മൾ പല പത്രങ്ങളിലും വന്നു സഞ്ചാരിയും ഉൾപ്പെടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്.
പക്ഷേ ജിജോയൊക്കെ വിജയനും അത് കഴിഞ്ഞ് വന്ന് ഇസാക്ക് എത്തിയപ്പോൾ ഇസാക്കും ഈ അസമയത്ത് പോലും നമ്മൾ ആ വീട്ടിലെത്തി ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ബൈജുവിൻ്റെ ചിന്ത ആ രീതിയിലേ നിങ്ങൾ ചെയ്യാവൂ. ആ ശരീരം നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നൽകാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കണം. അപ്പം അത്രത്തോളമൊന്നും ആ കുടുംബം എത്തിയില്ല. എങ്കിലും ചടങ്ങുകളൊന്നുമില്ലാതെ ബൈജുവിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ മതപരമായ യാതൊരു ചടങ്ങും ഇല്ലാതെ തന്നെ നമ്മളത് ക്രമിറ്റ് ചെയ്തു. അതിൽ ആ കുടുംബത്തിനോട് നമുക്കുള്ള സ്നേഹം നമ്മൾ അർപ്പിക്കുകയാണ്. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെതായ ഒരു ലൈനുണ്ട്, അതിൽ നിന്ന് മാറാൻ അദ്ദേഹം തയ്യാറല്ല. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അപ്പോഴപ്പോഴാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ CPM ആയിരുന്നു, CPI ആയി, പിന്നെ കോൺഗ്രസ് ആയി. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെത്. ഇപ്പോൾ അന്ധമായി ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരോധം കയറുന്ന ഒരു നിലയിലേക്ക് ഇപ്പോഴത്തെ ഒരു ചിന്താഗതി. പലപ്പോഴും ഞാൻ ഇടപെടാറുണ്ട്, സുഹൃത്തെ അങ്ങനെ പറയരുത്, നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമല്ല. പക്ഷേ കമ്മ്യൂണിസത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് പറയാം. പക്ഷെ നമ്മുടെ ഒരു സംഘത്തിൻ്റെ വേദി അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. എങ്കിലും വീണ്ടും അദ്ദേഹത്തിൻ്റെത് ആ ചിന്തകളുണ്ട്. അദ്ദേഹം അങ്ങനെയാണ്. ഏതായാലും നമുക്ക് സംഘത്തിൻ്റെ ഈ താലൂക്ക് കമ്മിറ്റി എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചരമദിനം ഇവിടെ അദ്ദേഹത്തെ അനുസ്മരിക്കാനും കാലികമായ ഒരു വിഷയം ചർച്ച ചെയ്യാനുമുള്ള ഒരു വേദി എന്നുള്ള നിലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തണം. ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സാധുവായ മനുഷ്യൻ്റെ, ഈ പച്ചയായ മനുഷ്യൻ്റെ നിലനിൽപ്പ് ഈ സമൂഹത്തിന് ആവശ്യമാണ്. അതുപോലത്തെ ബൈജുമാർ ഉണ്ടായി വരട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നം നമുക്ക് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുന്നു.